ഇന്ന് മിനി കട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് 15 ദിവസമായിരിക്കുവാണ്. അതുപോലെ വെയിറ്റ് ചെക്ക് ചെയ്ത് ഓട്സും കഴിച്ച് കുറേ നടന്നു. സ്റ്റെപ്സ് ട്രാക്ക് ചെയ്യാൻ മൊബൈലിനേക്കാളും ബെറ്റർ വാച്ച് തന്നെയാണ്. ഇന്ന് പുഷ് ഡേ ആയിരുന്നു. നിങ്ങൾക്കും ഇതുപോലെ റെസിസ്റ്റൻസ് ട്രെയിനിങ് ട്രൈ ചെയ്യാവുന്നതാണ്. അതിനായി നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളെടുക്കുന്ന വെയിറ്റിനെ ഫീൽ ചെയ്ത് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ വെയിറ്റിനെ പുഷ് ചെയ്യുന്ന 1 സെക്കൻഡിലാണെങ്കിൽ അതിനെ റിലീസ് ചെയ്യുന്നത് മാക്സിമം ടൈം എടുത്ത് അറ്റ്ലീസ്റ്റ് 3-4 സെക്കൻഡ്സ് എന്തെങ്കിലും ചെയ്യുക. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ. മിനി കട്ട് തുടങ്ങി ഇപ്പോൾ 15th ഡേ ആയിരിക്കുവാണ്. എനിക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രസന്റ് കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്ത് ജിമ്മിൽ നിന്നും 10 മണിക്ക് തന്നെ പുറത്തിറങ്ങി. എൻ്റെ വീടിനടുത്ത് തന്നെയാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ. എങ്കിലും ഇപ്പോഴും ട്രെയിൻ പോകുന്നത് കാണുമ്പോൾ കൗതുകം കൊണ്ട് നോക്കി നിൽക്കും. എന്തായാലും നടക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം ഇതാണ്. നമ്മൾ മിസ് ചെയ്യുന്ന പല കാഴ്ചകളും നമുക്ക് കാണാനും കേൾക്കാനും കഴിയും. ഇതുപോലെ കുയിലിൻ്റെയും പക്ഷികളുടെയൊക്കെ സൗണ്ട് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ മിസ് ചെയ്യാറുണ്ട്. വീട്ടിലത്തെ ചപ്പാത്തിയും കടലക്കറിയും അതിനൊപ്പം ക്രിയാറ്റിനും കഴിച്ചു. ബൈക്ക് സർവീസ് ചെയ്യാൻ കൊടുത്തിട്ട് ഞാനും മനസ്സേയും കൂടെ തിരികെ വീട്ടിലേക്ക് നടന്നു. ഇതാണ് നമ്മുടെ നാട്ടിലെ റോഡിൻ്റെയൊക്കെ അവസ്ഥ. എന്താ അല്ലേ? ഒത്തിരി ദൂരം നടക്കാനുണ്ടായിരുന്നു. എങ്കിലും രണ്ടുപേരും കൂടെ സംസാരിച്ച് നടന്നതുകൊണ്ട് അധികം ക്ഷീണം അറിഞ്ഞില്ല. ഇതാണ് ധനുവച്ചപുരം റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഇപ്പോൾ പണി നടക്കുവാണ്. ഞങ്ങൾ അതിനകത്ത് കയറി കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നു. പിന്നെ അല്പനേരം അവിടെ വിശ്രമിച്ചിട്ടാണ് തിരികെ വീട്ടിലോട്ട് പോയത്. കുഞ്ഞുനാൾ മുതലേ എനിക്കിവിടെ വലിയ ഇഷ്ടമാണ്. കാരണം വൈകുന്നേരങ്ങളിൽ ചുവന്ന തൊടുത്ത സൂര്യൻ താഴേക്ക് പോകുന്നത് ഇവിടെ നിന്ന് കാണാൻ കഴിയും. കുറച്ച് സമയം അവിടെ ചിലവഴിച്ച ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തി ഉച്ചത്തേക്കുള്ള ചോറ് മെഷർ ചെയ്തെടുത്തു. 80 ഗ്രാം ചോറാണ് എടുത്തത്. കൂടെ ചാള മീനും എഗ്ഗും അല്പം ക്യാരറ്റും ഉണ്ടായിരുന്നു. രാത്രി രഞ്ജിത് ബ്രോയുടെ വീട്ടിൽ വെച്ചിട്ട് ഒരു പ്രോഗ്രാമിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. നേരെ അങ്ങോട്ട് പോയി പ്രാക്ടീസ് കഴിഞ്ഞിട്ട് വീട്ടിലെത്തി കുറച്ച് എഗ്ഗ് വൈറ്റ് കഴിച്ച് ഉറങ്ങി.